CK ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈ ഒരു 10ാം സീസണിലേക്ക് വേണ്ടി ഗാനയിൽ നിന്നും ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്ന ക്വാമി പെപ്രയുടെ പരിക്കിനെ കുറിച്ചാണ്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. സൂപ്പർ കപ്പ് ടൂർണമെന്റിലെ കിരീട പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയ കേരള ബ്ലാസ്റ്റേഴ്സിന് സീസണിലെ കിരീട പ്രതീക്ഷകൾ മുഴുവൻ ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടത്തിലേക്കും ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഷീൽഡ് ട്രോഫിയിലേക്കുമാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനക്കാരായി 2023 ഫിനിഷ് ചെയ്ത കേരള ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ കപ്പ് ടൂർണമെന്റ് അത്ര മികച്ച റിസൾട്ട് അല്ല നൽകിയിട്ടുണ്ടായിരുന്നത്. സൂപ്പർ കപ്പിൽ ആദ്യം വിജയിച്ചു തുടങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത 2 മത്സരങ്ങളിലും പരാജയപ്പെടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ശേഷിക്കുന്ന മത്സരങ്ങളെല്ലാം തന്നെ ഈ വരുന്ന ജാനുവരി 31 പുനരാരംഭിക്കും. അതേസമയം സൂപ്പർ കപ്പ് ടൂർണമെന്റിൽ സംഭവിച്ച പരിക്കു കാരണം ബ്ലാസ്റ്റേഴ്സിനു അഡ്രിയ ലൂണക്ക് പുറമെ തന്നെ മറ്റൊരു പ്രധാന താരത്തെ കൂടി ഇപ്പോൾ നഷ്ടമായിരിക്കുകയാണ്. ജംഷഡ്പൂർ FCക്കെതിരെ നടന്ന സൂപ്പർ കപ്പ് മത്സരത്തിനിടെ പരിക്ക് ബാധിച്ച കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗാന താരമായ ക്വാമി പെപ്രക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇനി അവശേഷിക്കുന്ന മത്സരങ്ങളെല്ലാം തന്നെ നഷ്ടമാവുക. ഏതായാലും നിലവിൽ ഇപ്പോൾ ഒരുപാട് ട്രസ്റ്റബിൾ ആയിട്ടുള്ള മാധ്യമങ്ങൾ വരെ ക്വാമി പെപ്രയ്ക്ക് ഈ ഒരു സീസണിൽ ബാക്കിയുള്ള മത്സരങ്ങളെല്ലാം നഷ്ടമാവുമെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു താരത്തിന് ടെൻഡോൺ ഇഞ്ചുറിയാണ് പറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ MRI സ്കാനിങ്ങിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയാൻ പറ്റുകയുള്ളൂ. അതേസമയം ഈ ഒരു പരിക്ക് പറ്റിയതിനു ശേഷം ഇതുവരെ ആയിട്ടും ക്വാമി പെപ്ര കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ട്രെയിനിങ് ആരംഭിച്ചിട്ടില്ല എന്നും കഴിഞ്ഞ ദിവസം ഷൈജു ദാമോദരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഏതായാലും പ്രധാനമായും ക്വാമി പെപ്രയുടെ പരിക്കിനോടനുബന്ധിച്ച് 2 റൂമറുകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അതൊന്ന് നോക്കാം. ആദ്യത്തെ ഒരു റൂമർ എന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഐ ലീഗ് ക്ലബായ ഗോകുലം കേരള FCയിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ വിട്ടിട്ടുണ്ടായിരുന്ന ഇമാനുവൽ ജസ്റ്റിനെ പെപ്രക്ക് പകരമായി കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ടീമിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു റൂമർ എന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FC ക്വാമി പെപ്രക്ക് പരിക്ക് പറ്റിയതിനെ തുടർന്ന് കൊണ്ട് മറ്റൊരു സൈനിങ് നടത്താനും ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും ട്രാൻസ്ഫർ ജാലകം ക്ലോസ് ആവാത്ത ഈ ഒരു സമയത്ത് നമുക്ക് ഒന്നും പറയാൻ സാധിക്കുകയില്ല. അതേസമയം നിലവിൽ MRI റിപ്പോർട്ട് കാത്തിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് പരിക്ക് എത്രത്തോളം ഉണ്ടെന്നറിഞ്ഞതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. ഇതുകൂടാതെ ഈ ഒരു 10ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിരയിൽ പല മികച്ച താരങ്ങൾക്കും പരിക്കു പറ്റിയിട്ടുണ്ടായിരുന്നു. പ്രതിരോധ നിരയിൽ ഐബൺ ഡോഹ്ലിങ്ങിന് പരിക്കേറ്റുകൊണ്ട് സീസൺ നഷ്ടമായപ്പോൾ ഏറ്റവും കൂടുതൽ പരിക്ക് ബാധിച്ചിട്ടുണ്ടായിരുന്നത് മധ്യനിരയെയാണ്. ജിക്സൺ സിംഗ്, ഫ്രെഡി, വിപിൻ മോഹൻ, ലൂണ എന്നിവർക്കായിരുന്നു പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഫ്രെഡിക്കും ലൂണക്കും പരിക്ക് കാരണം ഈ ഒരു സീസൺ തന്നെ നഷ്ടമായേക്കും. ഇതിൽ സീസണിന്റെ ആദ്യഘട്ടത്തിൽ പരിക്കേറ്റ താരമാണ് ജിക്സൺ സിംഗ്. ജിക്സൺ സിംഗിന്റെ അഭാവം കേരള ബ്ലാസ്റ്റേഴ്സിന് മറികടക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിലും അടുത്ത മാസം ആരംഭിക്കുന്ന ISLന്റെ 2ാം ഘട്ടത്തിൽ ജിക്സണെ പോലുള്ള ഒരു താരം ബ്ലാസ്റ്റേഴ്സിന്റെ ലൈനപ്പിൽ അത്യാവശ്യം തന്നെയാണ്. പരിക്കേറ്റ ജിക്സൺ സൂപ്പർ കപ്പിന്റെ ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സബ് ബെഞ്ചിൽ തിരിച്ചെത്തിയിരുന്നെങ്കിലും താരം ആ മത്സരത്തിൽ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. സൂപ്പർ കപ്പിന്റെ ബാക്കി 2 മത്സരങ്ങളിൽ താരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൈഡ് ബെഞ്ചിൽ പോലും ഇല്ലായിരുന്നു. ഇതോടെ താരത്തിന്റെ ഫിറ്റ്നസിൽ ആരാധകർക്ക് വീണ്ടും ആശങ്കയായി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ പങ്കുവെച്ച ചിത്രത്തിൽ ജിക്സൺ സിംഗ് ടീമിനോടൊപ്പം പരിശീലനം നടത്തുന്നതായി നമുക്ക് കാണാം. സൂപ്പർ കപ്പിൽ ഒരൊറ്റ മിനിറ്റ് പോലും കളിക്കാത്ത താരം ഇപ്പോൾ പരിശീലന സെക്ഷനിൽ സജീവമായതോടെ ആരാധകരുടെ ആശങ്ക നീങ്ങിയിരിക്കുകയാണ്. 2ാം ഘട്ടത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരത്തിൽ തന്നെ ജിക്സൺ സിംഗ് അവൈലബിൾ ആയിരിക്കുമെന്ന് ഇതോടെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി നിങ്ങളിൽ വീഡിയോ കണ്ടുപോകുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.